ശ്രീജിത്ത്, ഇത് ഏത് ഘട്ടത്തിലാണ് ഈ അറസ്റ്റ് എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ടത് ശ്രീജിത്ത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഇതിനു മുൻപുണ്ടായ അറസ്റ്റുകളെയൊക്കെ CPIM എങ്ങനെ പ്രതിരോധിച്ചു എന്ന് നമ്മൾക്കറിയാം. പക്ഷേ പത്മകുമാറിന്റെ കാര്യത്തിൽ നടക്കില്ല. ഇതാ ഇപ്പോൾ അവിടെയുള്ള ഒരു വ്യക്തി അയച്ചു തന്നൊരു നോട്ടീസുണ്ട്. അതിൽ ആറന്മുള പഞ്ചായത്ത് കൺവെൻഷൻ നടക്കാനിരിക്കുകയാണ് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ. അതിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രസംഗിക്കേണ്ടതാണ് ഈ 22-ാം തീയതി, അതായത് ഈ ശനിയാഴ്ച പത്മകുമാർ. അതിനിടയിലാണ് ഈ അറസ്റ്റ്. അതായത് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന അറസ്റ്റ് CPIM-നെ രാഷ്ട്രീയമായി പ്രതിക്കൂട്ടിലാക്കും, അവർ പ്രതിരോധത്തിലാകും. എങ്ങനെയായിരിക്കും ഇതിനെ വിശദീകരിക്കുക CPIM, ശ്രീജിത്ത്? ഉന്മേഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് N വാസുവിന്റെ അറസ്റ്റോടുകൂടി തന്നെ CPIM-ഉം സർക്കാരും വലിയ തോതിൽ പ്രതിരോധത്തിലായി. A പത്മകുമാറിന് എത്രത്തോളമാണോ CPIM-നുമായി ബന്ധമുള്ളത്, അത്രത്തോളം തന്നെ ആ ബന്ധമോ അതിനേക്കാളേറെ സ്വാധീനമുള്ള ആളായിരുന്നു ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റും വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജിയുമൊക്കെയായി പ്രവർത്തിച്ച N വാസു. അപ്പോൾ N വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ CPIM ഇക്കാര്യത്തിൽ ഒരു കടുത്ത നടപടികളിലേക്ക് പോകുന്നുവെന്ന് മനസ്സിലാക്കുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ പത്മകുമാറും വാസുവും അറസ്റ്റിലാകുമ്പോൾ സ്വർണ്ണക്കള്ളയുടെ ആഘാതം പരമാവധി ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് പരീക്ഷിക്കുക, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ അനുഭവിച്ചു തീർക്കുക എന്നൊരു സ്ട്രാറ്റജി CPIM-നുണ്ട് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ ഇപ്പോഴൊരു അറസ്റ്റ്, ആ അറസ്റ്റിലേക്ക് കടക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെയും മറ്റും മേൽനോട്ടത്തിലാണെങ്കിൽ കൂടി സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനമാണ്, ക്രൈംബ്രാഞ്ചാണ് ഇത് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം വന്നതോടുകൂടി CPIM ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ വളരെ കുറ്റമറ്റ രീതിയിൽ തങ്ങൾ അന്വേഷണം നടത്തുന്നു, മുഖം നോക്കാതെ നടപടിയെടുക്കുന്നു എന്നൊരു സന്ദേശം കൂടി നൽകാനാണ് ശ്രമിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്തൊക്കെയാണെങ്കിലും അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അനുഭവിച്ച് തീർക്കാനുള്ള നിർദ്ദേശം, ആ തീരുമാനം CPIM-നുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.